നമ്മളിങ്ങനെ വരച്ചിട്ടൊന്നുമല്ല ഇടുക, ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്ന ഓരോ കളർ കോമ്പിനേഷനിൽ. പൂവ് ഞങ്ങൾ ഇന്നലെ രാത്രി പോയിട്ട് വാങ്ങിച്ചു. പൂക്കളം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂവ്. ഈ ചെണ്ടുമല്ലി വലിയ വലിയ ഇതളുകളായതുകൊണ്ടേ പൂക്കളത്തിൽ ഇടുമ്പോൾ ഒതുങ്ങി കിട്ടില്ല. ഇതാണ് കേട്ടോ സംഭവം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് അത്തൊക്കെ അല്ലേ, അപ്പം നമ്മളിന്നൊരു പൂവിടുന്ന വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവരിത് അവിടെ പൂവ് അരിയുന്ന തിരക്കില്ല കേട്ടോ. കുറച്ച് ഞങ്ങൾ നേരം വൈകിയിട്ടുണ്ട്, കാരണം മോള് എണീക്കാൻ കുറച്ച് വൈകി. അപ്പം അത് കാരണം അവളെ എണീച്ചിട്ടിടാന്ന് ഇന്നലെ പറഞ്ഞു വെച്ചിരുന്നു കേട്ടോ, ഞാൻ എണീച്ചിട്ടിട്ടാൽ മതി എന്നുള്ളത്. അപ്പം അത് കാരണം നമ്മൾ കുറച്ച് വൈകി. ഇതൊരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ, പൂക്കളം ഇരിക്കുക എന്ന് പറയുന്നത്. ചെറിയ കുട്ടിയാകുമ്പോഴേ പൂക്കളം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു വയസ്സൊക്കെ ഉള്ള സമയത്ത് പൂക്കളം കാണുമ്പോൾ ഇങ്ങനെ അതിലേക്ക് ചാടുമായിരുന്നു, പൂവൊക്കെ ഇങ്ങനെ വാരി വെതറുമായിരുന്നു. അപ്പോൾ ആ സമയം തൊട്ടേ അവൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് പൂക്കളം ഒരുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവൾ എണീറ്റിട്ടിട്ടാൽ മതി, ഞാനും കൂടെ വന്നിട്ട് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പൂ നേരാക്കി വെക്കുകയും കൂടെ ചെയ്തിട്ടില്ല കേട്ടോ, കാരണം അവളതിൽ അതൊക്കെ അവൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതിലൊക്കെ കൂടിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവൾ എണീക്കാൻ വേണ്ടിയിട്ട് നേരം വൈകി കാത്തിരുന്നപ്പോൾ. ഇന്നിപ്പോൾ പരീക്ഷ ഉള്ള ദിവസമാണ് കേട്ടോ. ചേതുവിന് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പൂക്കളൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് വേണം അവൾക്ക് സ്കൂളിൽ പോകാനുള്ള നോക്കാൻ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? സുഖമാണോ? കുറേ ദിവസമായിട്ട് നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഓരോ തിരക്കിലൊക്കെ ആയിരുന്നു. നമ്മൾ പൂവ് അധികം പൂവൊന്നുമില്ല കേട്ടോ, കുറച്ച് പൂവല്ലോ. നമ്മൾ പൂ വാങ്ങിക്കാറാണ് കേട്ടോ, ഇവിടെ ഒന്നും പൂവ് അങ്ങനെ കിട്ടാനില്ല. പൂവ് ഞങ്ങൾ ഇന്നലെ രാത്രി പോയിട്ട് വാങ്ങിച്ചു, കുറച്ച് പൂവ് വാങ്ങിച്ചു. ഇന്നലെ വൈകിട്ട് നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത് പൂവൊക്കെ വാങ്ങി. ഇപ്പോൾ 10 ദിവസം പൂ വാങ്ങും കേട്ടോ. ഇത് ഇത്രേ ഉള്ളൂ. ഇത് ഇവിടെ ഇല്ലേ, നമ്മളവിടെ ഇല്ലേ ഈ പൂവ്? നമുക്ക് വേണമെങ്കിൽ പറിക്കാം. കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഈ വാടാമല്ലി, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ചെണ്ടുമല്ലി ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ടെറസിന്റെ മേലെ ഞാൻ പച്ചക്കറി ഉണ്ടാക്കിയ അതിൽ ഉണ്ടായിട്ടുണ്ട്. വാടാമല്ലി വേണമെങ്കിൽ നമുക്ക് അതിന് പൊട്ടിക്കാം കേട്ടോ. പിന്നെ ചെണ്ടുമല്ലി ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ, പക്ഷെ ഇപ്പോൾ ഇല്ല. കഴിഞ്ഞ സീസണിലായിരുന്നു ഉണ്ടായത്. ഇപ്പൊ ചെടിയെ കാണാനില്ലാത്ത വിധം. ഇപ്രാവശ്യം ചെണ്ടുമല്ലി നമ്മള് പൂവിടുള്ള ചെണ്ടുമല്ലി നമുക്ക് തന്നെ കൃഷി ചെയ്യാന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ, പക്ഷെ ഒന്നും നടന്നില്ല. ഇനിയിപ്പോ എന്തായാലും വാങ്ങിക്കുന്നതാണ്. അതിന്റെ പേരാണ് വൈറ്റ് ജമന്തി. ഇത് വൈറ്റ് ജമന്തി. ഇതേപോലെ യെല്ലോ ജമന്തി ഉണ്ട്, കണ്ട. പിന്നെ ചായയും കടിയൊക്കെ ആയിട്ടോ. ഞാൻ അവള് നീക്കാൻ നേരം വൈകിയ കാരണം ഏതായാലും അടുക്കളയിലെ പണികളൊക്കെ നടക്കട്ടെ എന്ന് കരുതിയിട്ട് ചായയും കടിയൊക്കെ ആക്കി. വെള്ളപ്പായിരുന്നു കേട്ടോ ഒന്ന് രാവിലെ. വെള്ളപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഗ്രീൻ പീസ് കുറുമക്കറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചെണ്ടുമല്ലി വലിയ വലിയ ഇതളുകളായതുകൊണ്ടേ പൂക്കളത്തിൽ ഇടുമ്പോൾ ഒതുങ്ങി കിട്ടില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് നല്ല വൃത്തിക്ക് കിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ അരിയുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ചെണ്ടുമല്ലി ഇങ്ങനെ അരിഞ്ഞിട്ടാണ് പൂക്കളത്തിലിടാറ്. അപ്പം ഇതിന് കുറച്ച് സമയം വേണം കേട്ടോ, നമ്മളിതിങ്ങനെ അരിഞ്ഞ് ഉണ്ടാക്കി വെക്കാൻ. തലേ ദിവസമൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണ വരെയൊക്കെ അങ്ങനെ നമ്മൾ തലേ ദിവസമാണ് ചെയ്ത് വെക്കാറ്. പക്ഷെ തലേ ദിവസം ചെയ്ത് വെക്കുമ്പം ഋതുവിന് അതിൽ കൂടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കുന്ന സമയത്തൊക്കെയാണ് പൂവ് അരിഞ്ഞ് വെക്കുക. അപ്പോൾ ഋതുവിന് അതിൽ കൂടാൻ പറ്റില്ല, അവൾ ഉറങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ അവൾ കൂടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ രാവിലേക്ക് ആക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പൂവെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വാടാർമല്ലി, റോസ്, ഇതെന്താ ജമന്തി, ഇത് ചെണ്ടുമല്ലി, മഞ്ഞ ചെണ്ടുമല്ലി, നമ്മുടെ സാധാ ചെണ്ടുമല്ലി കേട്ടോ. നമുക്ക് പൂത്തറ ഒന്നും ഇല്ല കേട്ടോ, നമ്മൾ പൂടുന്നത് ഇവിടെ തന്നെയാണ്. ഇതാ നമ്മളെ പൂക്കളത്തിന് പച്ചയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഈ ഇല കാണുമ്പോൾ ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മുടെ മാവിൻ്റെ ഇലയാണ് കേട്ടോ. അത് നമ്മൾ ഇങ്ങനെ അതിൻ്റെ തണ്ട് അധികം ഇല്ലാതെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂക്കളത്തിലിടാനുള്ള പച്ച കളറ് കിട്ടും കേട്ടോ. നല്ല എളുപ്പമാണ് ഇടാൻ. പിന്നെ അരിഞ്ഞ് സമയം കളയും വേണ്ട, നല്ല പച്ച കളറും ആയിരിക്കും കേട്ടോ.
സംഭവം ആയിട്ടുണ്ട് കേട്ടോ. അതുണ്ട ഇങ്ങനെയാണ് നമ്മൾ പൂക്കളത്തിൽ ഇടാൻ എടുക്കുന്നത്. ഇത് കുറച്ച് അരവ് കൂടിപ്പോയതോ. ഇതാണ് കേട്ടോ സംഭവം. സ്മെല്ല് മാങ്ങണ്ട്. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന വെയിൽ തന്നെ നേരിട്ട് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കേട്ടോ. ഒരു കുറച്ച് നേരം ഈ ഒരു വെയിൽ ഇങ്ങനെ ഉണ്ടാവും. നമ്മളിന്നൊരു കുറച്ച് വൈകുകയും ചെയ്തു. ഇവളെ കാത്തു നിന്നിട്ടോ വൈകിയത്, അല്ലെങ്കിൽ ഫുള്ള് കച്ചറാക്കും. അപ്പം അത് കാരണം അവളെ എണീറ്റോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് വൈകിപ്പോയത്. ഈ പളക്കോ ഇത് പൂക്കളോട്ടം പഠിച്ചിട്ടോ. അങ്ങനല്ല, ഓരോ പിടി ഓരോ ഉണ്ട്. അങ്ങനെ 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 ഇതിൻ്റെ കയ്യിൽ കിട്ടുന്നത് എടുക്കുക. നമ്മളിങ്ങനെ വരച്ചിട്ടൊന്നുമല്ല ഇടുക. ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്ന ഓരോ കളർ കോമ്പിനേഷനിൽ ഏതാണ് മാച്ച് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ കണ്ട് ഓരോ പൂവ് ഇട്ട് പോകും. പിന്നെ ഏറ്റവും കൂടുതലുള്ള പൂവ് കൂടുതൽ വലിയ ഇതളുകൾക്ക് എടുക്കും. കുറച്ചുള്ള പൂവൊക്കെ ആദ്യം ഇതളുകൾക്ക് എടുക്കും. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പൂവ് ഇടുന്നത് കേട്ടോ. അല്ലാതെ നമ്മളൊരു ഡിസൈൻ വരച്ചിട്ടൊന്നുമല്ല ഇടാറ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ദിവസത്തെ പൂക്കളം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്തപ്പൂക്കളം. നല്ല വെയില്, ഇവിടേക്ക് നല്ല വെയിലാണ് കേട്ടോ. സൂര്യൻ ഉദിച്ചു വരുന്ന ഭാഗം കിഴക്കു ഭാഗം അവിടെയാണ്. അതുകൊണ്ട് നല്ല വെയിലാണ്. രാവിലെ കുറച്ച് നേരം ഒരു 10 മണി വരെ ഇവിടെ വെയിലുണ്ടാവും കേട്ടോ. സ്ക്രീനിലേക്ക് നോക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പൊ രഥം കൂടെ കൂടിയിട്ട് ഇന്നത്തെ അത്തപ്പൂക്കളം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഹാപ്പി അത്തം. ഇനി നമുക്ക് ചായ കുടിക്കണം. അത് കഴിഞ്ഞിട്ട് രഥുവിന് സ്കൂളിൽ പോകണം. കുറേ പരിപാടികളുണ്ട്. ഇന്ന് എക്സാമാണ്. അപ്പം ഇനി ബാക്കി പരിപാടികളിലേക്ക് കിടക്കുകയാണ്. പൂക്കളം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.